ഹൗ ടു മാനേജ് റോസ്റ്റിംഗ് ഓർ ഇൻസൾട്ടിങ് പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾ ചേർന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ നമ്മളെ ഹറാസ് ചെയ്യുകയോ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്താൽ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? അതാണ് ആക്ച്വലി നമ്മൾ എപ്പോഴും ഇറ്റ് ഇസ് ബെറ്റർ ടു സ്റ്റേ കാം ആൻഡ് ഡോണ്ട് റിയാക്ട് ഇമോഷണലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇമോഷണൽ ആകുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയോ സങ്കടത്തോടെ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ ആങ്കർ ആവുകയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആങ്കർ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ദേഷ്യത്തോടെ റിയാക്ട് ചെയ്യുമ്പോൾ അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓ, ഞാൻ പറഞ്ഞത് അവർക്ക് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരിങ്ങനെ ഇമോഷണലി ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഇമോഷണൽ ഇൻ്റലിജൻസ് 0 ആയിട്ടുള്ളവർക്ക് മാത്രമേ മറ്റൊരാളെ വേദനിപ്പിക്കാനും മറ്റൊരാളുടെ വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കാതെയും പോകൂ. അതുകൊണ്ട് എപ്പോഴും ഹൈ വൈബ്രേഷൻ, അതായത് നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ആളുകളോട് മാത്രം നമ്മൾ എന്താ ചെയ്യുക, സമയം സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയെ പിടിച്ചവർ വലിക്കും. അത്രത്തോളം ഓറ നമുക്ക് ബിൽഡായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സ്റ്റേ ചെയ്ത് നിൽക്കാൻ സാധിക്കൂ. സോ സെറ്റ് ബൗണ്ടറി, ഡോണ്ട് ഗീവ് വാല്യൂ ടു അൺനെസസറി പീപ്പിൾസ്. കാരണം അവരുടെ അഡ്വൈസ് കൊണ്ടിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത്. സോ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കൂട്ടം മെൻറ്റേഴ്സ് ഉണ്ട്. അവരുടെ റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് കൊണ്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും ജീവിക്കേണ്ടത്. സെറ്റ് ബൗണ്ടറീസ്. നിങ്ങളുടെ പീസ് നിങ്ങളുടെ കയ്യിലാണ്. സോ ഇതുപോലെ ടിപ്സിനായി ഫോളോ മൈ ചാനൽ നീതു എംപവർമെൻറ്റ് ഹബ്. ബൈ.